സഫീന റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ് സഫീന റളിയല്ലാഹു അൻഹു. റകിബ്തുൽ ബഹ്റ, ഞാൻ കടലിലൂടെ സഞ്ചരിക്കുകയാണ്. അഥവാ നമ്മൾ അസാധ്യമെന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ, ഒരിക്കലും നടക്കൂല എന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ അള്ളാഹു നടത്തി തരും. ഇമ്പോസിബിൾ എന്ന് നമ്മൾ പറയും, അത് നടക്കൂല നമ്മൾ പറയും, പക്ഷെ നടക്കും. നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോ എനിക്ക് 10, 50 ലക്ഷം, 30 ലക്ഷം, 20 ലക്ഷം കടമുണ്ട്, അതൊക്കെ ഇനി തീരാൻ പോവാണോ? എനിക്ക് 10, 35 വയസ്സായി, കല്യാണം കഴിഞ്ഞ് 10, 15 വർഷമായി, ഇനി എനിക്ക് കുട്ടി ഉണ്ടാവാനോ? അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. എനിക്ക് ക്യാൻസർ വന്നിട്ട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞതാണ്, ഇനി എനിക്ക് ശിഫ കിട്ടാനോ? അത് നിങ്ങൾ തീരുമാനിക്കേണ്ട, അത് പടച്ചോന്റെ കയ്യിലാണ്. ഇതൊക്കെ അസാധ്യമെന്ന് നമ്മൾ വിചാരിക്കാം, അസംഭവ്യമെന്ന് നമ്മൾ വിചാരിക്കാം. 40 വയസ്സായി, 50 വയസ്സായി, ഇനി എനിക്കൊരു കുഞ്ഞോ, ഇനി എനിക്കൊരു കുട്ടിയോ, ഞാൻ ഇത്ര കാലം കഷ്ടപ്പെട്ട് ജീവിച്ച് ഇനി എനിക്കൊരു സാമ്പത്തികമായ അഭിവൃദ്ധിയോ, അത് നിങ്ങൾ ചിന്തിക്കേണ്ട. അള്ളാഹുവിന് ഇത് എളുപ്പമാണ്. അള്ളാഹുവിന് ഏത് അസാധ്യമായ സംഭവങ്ങളും വളരെ എളുപ്പത്തിൽ അള്ളാഹു നമ്മൾക്ക് സഹായിച്ചു തരും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രവർത്തനം ഇവിടെ പ്രധാനപ്പെട്ട ഘടകമാണ്. മഹാനായ സഫീന റളിയല്ലാഹു അൻഹ കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോഴാണ് ശക്തമായ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ തകർന്ന് തരിപ്പണമായത്. ഫൻകസറത്തിസ് സഫീന, ഉടനെ തന്നെ ആ കപ്പലിന്റെ ഒരു പലക അത് പറിച്ചെടുത്തു. അദ്ദേഹം അതിന്റെ മുകളിൽ അള്ളി പിടിച്ചുകൊണ്ട് ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ കൊണ്ടുപോയി യാത്ര ചെയ്ത് ഒരു പരിചയം പോലും ഇല്ലാത്തൊരു ദ്വീപിലേക്ക് മഹാനായ സഫീന റളിയല്ലാഹു അൻഹു എത്തുകയാണ്. ഉടനെ തന്നെ സഫീന റളിയല്ലാഹു അൻഹു കടൽക്കരയിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഒരു ദ്വീപിലേക്ക് കയറേണ്ട താമസം. ഉടനെ തന്നെ ഗർജിച്ചുകൊണ്ടൊരു സിംഹം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചാടി വന്നു. അദ്ദേഹം കടലിൽ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ട് എങ്ങനെയോ കഷ്ടപ്പെട്ട് കടലിന്റെ കരയിലെത്തിയത്. കരയിലെത്തേണ്ട താമസം ഒരു സിംഹം ചാടി വീഴുകയാണ്. ഫഅഖബല ഇലയ്യ യുരീദുനി, എന്നെ ആക്രമിക്കാൻ വേണ്ടി ചാടി വീണു. ഫഖുൽതു യാ അബൽ ഹാരിസ് അന മൗല റസൂലില്ലാഹ്, സിംഹമേ, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായ സഫീന റളിയല്ലാഹു അൻഹുവാണ് എന്ന് സംസാരശേഷി പോലുമില്ലാത്ത, സംസാരിച്ചാൽ തിരിക പോലും ചെയ്യാത്തൊരു മൃഗത്തോട് പറയാൻ. നമ്മൾക്കൊക്കെ നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയും, നരകത്തിൽ വീഴാതെ സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയും. ഇവിടെ ഇരിക്കുന്ന A to Z എല്ലാവർക്കും കഴിയും സ്വന്തം ശരീരം നരകത്തിലേക്ക് വീഴാതിരിക്കാൻ. പക്ഷെ നിങ്ങളുടെ ശരീരം നരകത്തിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല, എന്നെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പൊ അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ശരീരത്തെ ഞാൻ നരകത്തിൽ നിന്ന് സംരക്ഷിച്ചോളാം, പക്ഷെ എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെയാ ഉറപ്പ് തരാ? നമ്മുടെ ഭാര്യയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ കഴിയോ? ലൂത്ത് നബിക്ക് കഴിഞ്ഞിട്ടില്ല. നൂഹ് നബിയുടെ മകനെ നൂഹ് നബിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. നൂഹ് നബിയുടെ ഭാര്യയെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഭാര്യയുടെ വിഷയം ഞാൻ എങ്ങനെയാ പറഞ്ഞു, ഭാര്യയെ നീ സംരക്ഷിക്കണം, മക്കളെയും സംരക്ഷിക്കണം. മക്കളെ നൂഹ് നബിക്ക് കഴിഞ്ഞിട്ടില്ല. പേടിച്ചുകൊണ്ട് നിലത്ത് വീണു. ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഫതാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം അത് പറയുകയും അവിടെ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. ഈ ഒരൊറ്റ ആയത്താണ് മരണപ്പെടാൻ കാരണമായത്. ഇതുപോലെയായിരുന്നു പ്രഗത്ഭരായ മഹാന്മാരായ സഹാബാക്കൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയുണ്ടായി. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾക്കറിയാം. മുനാഫിഖീങ്ങളായ ശത്രുക്കളിൽ ചില ആളുകൾ ഖുർആൻ പഠിപ്പിച്ചു തരാൻ ചില ആളുകളെ പറഞ്ഞയച്ചു തരണമെന്ന് നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോ 6 ആളുകളെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞയച്ചത്. അതിലൊരാൾ ഖുബൈബ് തങ്ങളാണ്. ബദറിൽ തന്റെ കുടുംബക്കാരെ വെട്ടിവീഴ്ത്തി എന്ന കാരണത്താൽ ഖുബൈബിനെ വധിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആ കൊല്ലപ്പെട്ടവരുടെ കുടുംബം ഖുബൈബിനെ വാങ്ങുകയാണ്. അദ്ദേഹത്തെ തൂക്കിലേറ്റ് വധിക്കാൻ വേണ്ടി. തൂക്കിലേറ്റുന്നത് വരെ ഒരു വീട്ടിൽ തടങ്കലിലായി, ജയിലിലായി അദ്ദേഹത്തെ പാർപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്.
ആ വീട്ടുകാര് പറയുന്നുണ്ട്, ഞങ്ങൾ ഇടയ്ക്കിടെ ഹുബൈബിന്റെ വീട്ടുറൂമിലേക്ക് പോകുമ്പോൾ അവിടെ മക്കയിൽ കാണാത്ത വ്യത്യസ്തമായ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നു എന്ന്. മക്കയിൽ പരിചയമില്ലാത്ത വൈവിധ്യമാർന്ന ഭക്ഷണം മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ റൂമിൽ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് ആ സമയത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ ശത്രുക്കളായ കുടുംബം ഉദ്ധരിക്കുന്നുണ്ട്. ആരാണ് ആ ഭക്ഷണം കൊടുത്തത്? ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ആകാശലോകങ്ങളിൽ നിന്ന് ഭക്ഷണത്തിന്റെ തളിക ഇറക്കിയിട്ടുണ്ട്. അതൊരു പ്രവാചകന് കൊടുത്ത മുഅ്ജിസത്താണ്. എന്നാൽ ഇവിടെ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം റൂമിലേക്ക് അല്ലാഹു വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കൊടുത്തു എന്നാണ്. അതേപോലെയല്ലയോ മറിയം ബീവി റളിയല്ലാഹു അൻഹാ, പരിശുദ്ധമായ ഖുർആനിൽ കാണാം സക്കരിയ നബി അലൈഹിസ്സലാമാണ് മഹദിയായ നമ്മുടെ മറിയം ബീവി റളിയല്ലാഹു അൻഹുവിനെ വളർത്തുന്നത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമാണ്. സക്കരിയ നബി അലൈഹിസ്സലാം റൂമിലേക്ക് കടന്നു ചെല്ലേണ്ട താമസം മറിയം ബീവി റളിയല്ലാഹു അൻഹ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കാണുന്നുണ്ട്. ഉടനെ തന്നെ ചോദിക്കുന്നു, അന്നാ ലക്കി ഹാദാ, ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന്. ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഈ വൈവിധ്യമാർന്ന ഭക്ഷണം ആരാണ് തന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. ഫലമ്മാ വളഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വളഅത്ഹാ ഉൻസാ والله أعلم بما ضلعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. പ്രസവിക്കുന്ന സമയത്ത് പൈശാചികമായ ശർറിൽ നിന്ന് എന്റെ മക്കളെ കാക്കണേ എന്ന് ദുആ ചെയ്തതിന്റെ ഫലമായിട്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് പൈശാചികമായ ശർ ഉണ്ടായിട്ടില്ല എന്ന് കാണാം. ഒരു ഉമ്മയുടെ ബാധ്യതയാണത്, ഒരു പിതാവിന്റെ ബാധ്യതയാണത്. ഒരു ഉമ്മ ഫലമ്മാ വളഅത്ഹാ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഗർഭം ചുമക്കുന്ന സമയത്ത് മഹദിയുടെ മാതാവ് വയറ്റിൽ കൈവച്ചുകൊണ്ട് ഇടയ്ക്കിടെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുവേ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ പിശാചിന്റെ ശർറിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. ഗർഭിണികളായ എല്ലാ ഉമ്മമാരും ഈ ദുആ പഠിക്കണേ. ഗർഭിണികളായ എല്ലാ ഉമ്മമാരും ഈ ദുആ പഠിക്കണേ. എന്നിട്ട് പ്രസവിക്കുന്നത് വരെ നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണേ. ഒന്ന് വയറ്റിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. അല്ലാഹുവേ, എന്റെ കുഞ്ഞിനെ പിശാചിന്റെ ശർറിൽ നിന്ന് കാക്കണേ എന്നുള്ള പ്രാർത്ഥന, അത് പൈശാചികമായ ചിന്തകൾ നമ്മുടെ മക്കൾക്കില്ലാതിരിക്കാൻ കാരണമാകും. മക്കൾ സ്വാലിഹീങ്ങളായി വളരാൻ കാരണമാകും. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിക്കപ്പെട്ടപ്പോൾ മഹദിയെ സൂക്ഷിക്കാൻ, ശ്രദ്ധിക്കാൻ, പരിപാലിക്കാൻ ഏൽപ്പിച്ചത് സക്കരിയ നബി അലൈഹിസ്സലാമിനെയാണ്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. സക്കരിയ നബി അലൈഹിസ്സലാം കടന്നു വരുമ്പോ മറിയം ബീവിയുടെ അടുത്ത് ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ കാണാറുണ്ട്. ഉടനെ തന്നെ ചോദിച്ചു, ഖാല യാ മറിയം, മറിയം ബീവിയെ, അന്നാ ലക്കി ഹാദാ, എവിടെന്നാണ് ഈ ഭക്ഷണം കിട്ടിയത്? ആരാണ് ഈ ഭക്ഷണം തന്നത്? ഉടനെ തന്നെ പറഞ്ഞു, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതെന്റെ റബ്ബ് തന്നതാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവൂല, ഇത് ഖുർആനിലെ ആയത്താണിത്, പരിശുദ്ധമായ ഖുർആനിലെ ആയത്താണിത്. വലിയ അത്ഭുതമൊന്നുമില്ല. ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്ന അത്ര വലിയ അത്ഭുതമാണോ ഒരു സിംഹം ഒരാളെ കടിക്കാതെ അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്? ആണോ? അല്ല, ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു ഭക്ഷണം ഇറക്കി കൊടുക്കുകയാണ്. ആർക്ക്? മറിയം ബീവിക്ക്. ഖുർആൻ പറഞ്ഞ സംഭവമാണ്. അത്ര വലിയ സംഭവമാണോ ഒരു സിംഹം ഒരാളെ കടിക്കാതെ വെറുതെ വിടുന്നത്? അല്ല. അപ്പൊ ഈ മറിയം ബീവി പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹ്, എന്റെ റബ്ബ് എനിക്ക് തന്നതാണ്.
ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഒരാൾക്ക് എന്തെങ്കിലും നൽകാൻ ഉദ്ദേശിച്ചാൽ ഒരു കണക്കില്ലാതെ ഖണ്ഡമാനം എന്താ വേണ്ടത്, വേണ്ടതെല്ലാം അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ ഇല്ലേ എന്ന കണക്കില്ല. നിങ്ങൾ എന്ത് തുടങ്ങിയാലും ബിസിനസ് വിജയമാണ്, എന്ത് തുടങ്ങിയാലും സക്സസ് ആണ്, എവിടെയും നിങ്ങൾക്ക് പരാജയമില്ല. എന്നാൽ ചില ആളുകൾ എന്ത് തുടങ്ങിയാലും തകർച്ചയാണ്. തകർന്ന് 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 കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാകും ചില ആളുകൾക്ക്. എന്നാൽ ചില ആളുകൾ 10 രൂപ കൊണ്ട് തുടങ്ങിയാലും അത് ലക്ഷങ്ങളുടെ ബിസിനസ്സായി പടർന്നു വന്നിരിക്കും. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഇഷ്ടം പോലെ, തോന്നിയതുപോലെ, കണക്കില്ലാതെ അല്ലാഹു നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ ദിക്റിൽ അധിഷ്ഠിതമായ ജീവിതം, അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം, സൽപ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടുള്ള ജീവിതം, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതം. എങ്ങനെയാണ് അല്ലാഹുവിനെ പേടിക്കേണ്ടത്? നാട്ടിലുണ്ടാകുമ്പോൾ നല്ല ആളാണ്, പക്ഷെ സ്കൂളിലെത്തിയാൽ സ്വഭാവം മാറി, ഗൾഫിലെത്തിയാൽ സ്വഭാവം മാറി, മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് മറയത്തെത്തിയാൽ സ്വഭാവം മാറി, അധ്യാപകരുടെ, ഉമ്മയുടെ, ഉസ്താദുമാരുടെ മറയത്തെത്തിയാൽ സ്വഭാവം വേറെയാണ്. അല്ല, പർദ്ദ ധരിക്കുന്ന അച്ചടക്കമുള്ള ഒരു പെൺകുട്ടി ക്യാമ്പസിന്റെയോ കലാലയങ്ങളുടെയോ ചുവരുകൾക്കകത്തലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തട്ടമില്ല, പരുധയില്ല, യൂണിഫോം മാത്രമാണ്. സ്വഭാവം മാറി, പെരുമാറ്റം മാറി, സംസ്കാരം മാറി. ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായാൽ അല്ലാഹുവിന്റെ സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അല്ലാഹുവിന്റെ ശിക്ഷയാണ് പകരമുണ്ടാവുക. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിലും ഹറാം ചെയ്യാൻ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ വരെ, കള്ളു കുടിക്കാൻ സാഹചര്യമുണ്ടായാൽ, വ്യഭിചരിക്കാൻ സാഹചര്യമുണ്ടായാൽ, ഹറാം ചെയ്യാൻ സാഹചര്യമുണ്ടായാൽ, തോന്നിവാസങ്ങൾ ചെയ്യാൻ സാഹചര്യമുണ്ടാകുമ്പോ ആ സാഹചര്യങ്ങളിൽ ആരും കാണൂല, ആരും അറിയൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വരെ അല്ലാഹുവിനെ പേടിച്ച് മാറി നിൽക്കുക എന്ന് പറയുന്ന മാറി നിൽക്കലാണ് ഇഹ്ഫദില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? സൗണ്ട് തിരിയുന്നുണ്ടോ? പറഞ്ഞത് മനസ്സിലായോ? എന്താ ഇഹ്ഫദില്ല എന്ന് പറഞ്ഞാൽ? ഹറാം ചെയ്യാൻ അവസരമുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കാൻ അവസരമുണ്ട്, കള്ളു കുടിക്കാൻ അവസരമുണ്ട്, വ്യഭിചരിക്കാൻ അവസരമുണ്ട്, പ്രണയിക്കാനും ചാറ്റ് ചെയ്യാനും ചീറ്റ് ചെയ്യാനും സംസാരിക്കാനും ബൈക്കിലൂടെ കറങ്ങാനും കാറിലൂടെ കറങ്ങാനും എല്ലാറ്റിനും അവസരമുണ്ട്. മോഷണം നടത്താൻ അവസരമുണ്ട്, സിനിമ കാണാൻ അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളിൽ ആരും അറിയില്ല, ഞാനും ഇയാളുമല്ലാതെ, അഥവാ തന്റെ കൂടെയുള്ളവരല്ലാതെ വേറെ ഒരാളും അറിയില്ല എന്ന ഉറപ്പുള്ള സാഹചര്യത്തിൽ വരെ എന്റെ റബ്ബ് കാണുമല്ലോ എന്ന പേടിയോടെ ഹറാമിൽ നിന്ന് മാറി നിൽക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാതെ പള്ളിയിൽ പോയി നിസ്കരിക്കലൊന്നല്ല, തഹജ്ജുദ് നിസ്കരിക്കലല്ല, ഖുർആൻ ഓതലല്ല. ഹറാം ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനെ പേടിച്ച് മാറി നിൽക്കലാണ്, അതാണ് തഖ്വ. ശേഷം അതിന്റെ വിശദീകരണം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നുണ്ട്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഞാൻ പറയുന്നത്, മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അല്ലാഹു അത്ഭുതകരമായ ചില സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില ഹിഫ്ള്, പ്രൊട്ടക്ഷൻ, സംരക്ഷണം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് കൊടുത്തു? അവർ അല്ലാഹുവിനെ സൂക്ഷിച്ചു. എവിടെ? രഹസ്യമായ സമയങ്ങളിലും പരസ്യമായ സമയങ്ങളിലും, ആളുകൾക്കിടയിലും ഒറ്റയ്ക്കും എല്ലാ സമയത്തും അല്ലാഹുവിനെ പേടിച്ചതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരും, നല്ല സംഖ്യ എല്ലാവരും ഇട്ടിട്ട് സഹായിക്കുക. ഇൻഷാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മദ്രസയുടെ 50-ാം വാർഷികം അല്ലേ? 50-ാം വാർഷികമാണ്. തറയിട്ടാൽ മദ്രസ സമദ് ഉസ്താദ് അഹ്മദ് ഹുദവി ഇവിടെ ഉണ്ട്, എൻ്റെ ഉസ്താദാണ്. ഗോൾഡൻ ജൂബിലി ആണ് ഇൻഷാ അല്ലാഹ്, ഇന്നും നാളെ ആയിട്ട്. ഇന്ന് ലാസ്റ്റ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ബാധ്യതകളും കടങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ രീതിയിൽ മഹാന്മാരായ സ്വഹാബാക്കൾ അല്ലാഹുവിനെ പേടിച്ചതുകൊണ്ടും സൂക്ഷിച്ചതുകൊണ്ടും അല്ലാഹുവിന്റെ സഹായം അവർക്കുണ്ടായി അത്ഭുതകരമായ ഘട്ടങ്ങളിലൊക്കെ. ഇനി കേൾക്കണം, മഹാനായ നാഫി എന്നവർ പറയുന്നുണ്ട്, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 2 ആയത്ത് ഓതുമ്പോൾ കരയാതെ ഓതാറുണ്ടായിരുന്നില്ല. 2 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരയാതെ ഓതിയിട്ടേയില്ല. ഏതാണ് ആയത്ത്? وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبْكُم بِهِ اللَّهُ يَغْفِرُ لِمَن يَشَاءُ وَيُعَذِّبُ مَن يَشَاءُ وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ നിങ്ങൾ പരസ്യപ്പെടുത്തിയാലും ഔ തുഖ്ഫൂഹു പരസ്യപ്പെടുത്താതെ മനസ്സിൽ തന്നെ വെച്ചാലും യുഹാസിബുക്കും ബിഹില്ലാഹ് അല്ലാഹു അതിനെ ചോദ്യം ചെയ്യുകയും ഫയഗ്ഫിറു ലിമൻ യശാഉ ചില ആളുകൾക്ക് അല്ലാഹു മാപ്പ് നൽകും വയുഅദ്ദിബു മൻ യശാഉ ചില ആളുകളെ ആ ചിന്തയുടെ പേരിൽ അല്ലാഹു ശിക്ഷിക്കും. ചെവിയും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ഹൃദയവും അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. ചെവിയിലൂടെ കേട്ടതിന് സമാധാനം പറയേണ്ടി വരും, കണ്ണിലൂടെ കണ്ടതിനും സമാധാനം പറയേണ്ടി വരും, ഹൃദയത്തിലൂടെ ചിന്തിച്ചതിന് വരെ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമെന്നും അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നും അതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കുമെന്നും അർത്ഥമുള്ള ആയത്താണ് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണത്. ഇത് ഓതുമ്പോൾ ഇന്ന് വരെ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ കരഞ്ഞ ഒരാളെ പൊക്കെ ഈ സദസ്സിലുള്ള ആരെങ്കിലും ഒരാൾ, ഇപ്പൊ നമ്മൾ ജീവിച്ചിട്ട് 60, 50, 40, 30 വർഷമായി. ഖുർആന്റെ ഖത്തം വർഷത്തിൽ 1, 2, 3 തവണ ഓതി തീർക്കുന്നുണ്ട്. ഒരുപക്ഷെ ഹദ്ദാദ് ചെല്ലുന്നവർ നിരന്തരമായി ഇത് ഓതുന്നുണ്ട്. ഒരു തവണയെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇങ്ങനൊരു ആയത്തുണ്ടെന്ന് അറിഞ്ഞോ ഖുർആനില്? അതിപ്പോ പറഞ്ഞല്ലേ ഇങ്ങനൊരു ആയത്തിന്റെ. പക്ഷെ ആയത്തിന്റെ അർത്ഥം ഇതാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبْكُم بِهِ اللَّهُ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകൾ അത് പരസ്യമാക്കിയാലും ശരി രഹസ്യമാക്കിയാലും ശരി അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നും അതിന്റെ പേരിൽ അല്ലാഹു നാളെ ശിക്ഷിക്കുമെന്നുമുള്ള ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഇറക്കി. അപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അതൊരു പ്രയാസമായി തോന്നി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഈ ആയത്ത് ഓതുമ്പോൾ കരയാതെ ഓതിയിട്ടേ ഇല്ല എന്നാണ് മഹാനായ നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. കരയാതെ ഓതിയിട്ടേ ഇല്ല, കരഞ്ഞുകൊണ്ടായിരുന്നു ഓതിയിരുന്നത്. ആർക്കാ പേടി വരാത്തത്? നമ്മൾക്ക് അല്ലാഹുവിനെ പേടിയില്ലാത്തതുകൊണ്ടാണ്. അല്ലാഹുവിനെ പേടിയുള്ള ഒരാൾക്ക് ഇത് ഓതുമ്പോ കരച്ചിൽ വരാതിരിക്കില്ല, ഉറപ്പാണ്. കാരണം എന്തേ? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ പഠിച്ചോ നാളെ ചോദ്യം ചെയ്യും, നമ്മൾ പരാജയപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ പുറത്തു തരണേ അല്ലാഹ്. ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളുടെ പേരിൽ നീ നാളെ ശിക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്കറിയാതെ വന്നത് പുറത്തു തരണേ അല്ലാഹ് എന്ന് വെച്ച് പേടിക്കാനില്ല. അല്ലാഹു അതിന്റെ തൊട്ടടുത്ത ആയത്ത് അല്ലാഹു ഇറക്കി. എങ്ങനെയാണ് ഇറക്കിയത്? തൊട്ടടുത്ത ആയത്ത് അല്ലാഹു പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. പേടിക്കാണ്ട്. ഇത് പറഞ്ഞിട്ട് യാ അല്ലാഹ് എന്റെ കാര്യം പോക്കാണോ എന്ന് പറഞ്ഞിട്ട് എന്റെ ഹൃദയത്തിൽ എന്തൊക്കെ ചിന്തയുണ്ട്, അതിനൊക്കെ അല്ലാഹ് ശിക്ഷിച്ച ഞാൻ നരകത്തിലാണെന്ന് ഉറപ്പാണ്. ഇനി ഏതായാലും ഞാൻ നന്നായിട്ട് കാര്യമില്ല, അതൊന്നും വേണ്ട. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് കഴിയാത്തത് അല്ലാഹു നിങ്ങളോട് നിർബന്ധിക്കില്ല. അഥവാ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്, അല്ലെ? ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. കഴിയില്ല, ഒരാൾക്കും കഴിയില്ല നിയന്ത്രിക്കാൻ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ. നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ കടന്നു പോകുന്നത്. അയാൾക്ക് 4 പൊട്ടിക്കണമെന്ന് തോന്നി മനസ്സിൽ, നമ്മളറിയാതെ വേണമെന്നല്ല ഇങ്ങനെ തോന്നിപ്പോയതാണ്. ഇങ്ങനെ ചിന്തിച്ച് എങ്ങനെ പൊട്ടിക്കും, എവിടുന്ന് പൊട്ടിക്കും എന്നൊക്കെ പെട്ടെന്നാണ് ബോധം വന്നത്. പക്ഷെ പാടില്ലല്ലോ, അപ്പോഴേക്കും ചിന്തിക്കേണ്ടതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു പെണ്ണ് ഇതിലൂടെ കടന്നു വന്നു. മാഷാ നല്ല പെണ്ണാണല്ലോ, അപ്പൊ എന്റെ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചിന്ത വന്ന് എവിടേക്കോ എത്തി. പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കുറിച്ച് ആലോചന. പക്ഷെ പെട്ടെന്ന് ബോധം വന്നു, യാ അല്ലാഹ് ഇത് പാടില്ലല്ലോ, ഇതിനൊക്കെ ശിക്ഷിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഇല്ല, അപ്പൊ പറഞ്ഞു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് കഴിയാത്തത് അല്ലാഹു നിങ്ങളെ ഭാരമേൽപ്പിക്കില്ല, നിങ്ങൾക്ക് കഴിയാത്തത് അല്ലാഹു നിങ്ങൾ നിർബന്ധിപ്പിക്കില്ല. എന്നാലും കഴിവിന്റെ പരമാവധി നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ് പറഞ്ഞത്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അല്ലാഹുവേ ഞങ്ങൾ മറന്നു ചെയ്താൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുത്
ശിക്ഷിക്കല്ലേ, അറിയാതെ ചെയ്താലും നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ. അറിയാതെ ചെയ്യലാണല്ലോ, അറിയാതെ കടന്നു വരികയാണല്ലോ ചിന്തകളൊക്കെ. മറന്നിട്ടോ അറിയാതെയോ കടന്നു വരുന്ന ചിന്തകൾ. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് നീ പ്രയാസങ്ങളും ഭാരങ്ങളും നൽകിയതുപോലെ ഞങ്ങൾ നീ പ്രയാസപ്പെടുത്തരുത് റബ്ബേ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ. അല്ലാഹുവേ, കഴിയാത്തത് നീ ഞങ്ങളെ ഏൽപ്പിക്കല്ല റബ്ബേ, കഴിയാത്തത് ചെയ്യാൻ നീ ഞങ്ങളോട് പറയല്ല റബ്ബേ. വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണേ. വർഹംനാ, ഞങ്ങളോട് കാരുണ്യം ചെയ്യണേ. അൻത മൗലാനാ, നീയാണ് ഞങ്ങളുടെ റബ്ബ്. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ, ഞങ്ങളെ സഹായിക്കണേ എന്നുള്ള ആയത്ത് തൊട്ടുടനെയാണ് ഇറങ്ങാനുള്ള കാരണം. ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾ വേദനയോടെ അള്ളാഹുവിനോട് പരാതി പറഞ്ഞതാണ്. ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്താൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകൂല നബിയേ എന്ന ഒരു സങ്കടം നബി തങ്ങളോട് പറഞ്ഞപ്പോ ആ ആയത്തിനെ നസ്ഖ് ചെയ്തുകൊണ്ടാണ് അടുത്ത ആയത്ത്. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ഈ ആയത്ത് ഓതുമ്പോൾ കരയാതെ ഓതിയിട്ടില്ല എന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബോധം നൽകട്ടെ. ഇങ്ങനെയൊക്കെയായിരുന്നു മഹാന്മാരായ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ അല്ലാഹുവിനെ സൂക്ഷിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെയായിരുന്നു. ഇനി ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്ക്, ആരാ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ് ഉമർ തങ്ങൾ. ഉമറും ഫിൽ ജന്ന, വലതു ഭാഗത്ത് സിദ്ദീഖും ഇടതു ഭാഗത്ത് ഉമറും, മധ്യത്തിലായി ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറ ലോകത്തേക്ക് ഇതുപോലെയാണ് നാളെ മഹ്ശറ ലോകത്തേക്ക് ഞാൻ വരുന്നത്. സിദ്ദീഖ് വലതു ഭാഗം, ഉമർ ഇടതു ഭാഗം. ഇതേപോലെ സിദ്ദീഖും ഉമറും നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞിട്ട് ആ ഉമർ തങ്ങളുടെ ജീവിതത്തിലെ സൂക്ഷ്മത നമ്മൾ നോക്കണം. മഹാനായ ഉമർ തങ്ങൾ അനസ് തങ്ങൾ പറയാണ്, ഞാനൊരു തോട്ടത്തിൽ കയറി, ഒരു തോട്ടത്തിലേക്ക് ഞാൻ പോയി. അപ്പൊ ഉമർ തങ്ങളുണ്ട് അവിടെ. എന്റെയും ഉമറിന്റെയും ഇടയിൽ ഒരു ചുമരുണ്ട്. ആ ചുമരിന്റെ അപ്പുറത്താണ് ഉമർ തങ്ങളുള്ളത്. അമീറുൽ മുഅ്മിനീനാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷമാണ് ഉമർ തങ്ങൾ ആ ചുമരിന്റെ അപ്പുറത്ത് നിന്ന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ പറയാം, ബഖൈൻ ബഖൈൻ ലതത്തഖീന അല്ലാഹ ഇബ്നുൽ ഖത്താബ് ഔ ലയുഅദ്ദിബന്നക. ഖത്താബിന്റെ മോൻ ഉമറേ, നീ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചോളണം, നീ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊള്ളണം, നീ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചോളണം. ഇല്ലെങ്കിലോ ഔ ലയുഅദ്ദിബന്നക, ഞാൻ നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും, ഞാൻ നിന്നെ വിടൂല എന്ന് ആരായി പറയുന്നത്? ആരായി പറയുന്നത്? ഉമർ തങ്ങൾ സ്വന്തം ശരീരത്തെ വിളിക്കാൻ, ഉമറേ, ഞാൻ എന്നെ വിളിക്കാൻ, അതേപോലെ ഉമർ വിളിക്കാൻ, ഉമറേ ഉമറേ, നീ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടൂല. അഥവാ നീ ഒരു തെറ്റു ചെയ്താൽ അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരുമെന്ന് ഒരു തോട്ടത്തിൽ ഒറ്റയ്ക്കിരുന്ന് സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. സ്വർഗ്ഗം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷ വാർത്ത അറിയിച്ച മഹാനാണ്.